ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 25 മുതൽ 28 വരെയുള്ള തിരുവചന ഭാഗവും ശേഷം 34 മുതൽ 36 വരെയുള്ള തിരുവചന ഭാഗവുമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ലൂക്കായുടെ സുവിശേഷത്തിലെ ഈ ഭാഗം ലോകാവസാനത്തെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുമുള്ള യേശുവിൻ്റെ പ്രവചനങ്ങളാണ്. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ കാണപ്പെടുമെന്നും സമുദ്രത്തിൻ്റെ ഇരമ്പൽ കേട്ട ജനം ഭയവിഹ്വലരാകുമെന്നും കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം ഭയപ്പെടുത്തുന്നതാണെങ്കിലും വിശ്വാസികൾക്ക് ഇത് വിമോചനത്തിൻ്റെ സമയമാണ്. കർത്താവ് പറയുന്നത്, ഇവ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ തലകൾ ഉയർത്തുവിൻ, നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു എന്നാണ്. ഇത് നമുക്ക് വലിയ പ്രത്യാശയും ആശ്വാസവും നൽകുന്നു. ലോകത്തിൻ്റെ അന്ത്യകാലത്തിൽ ഭയപ്പെടേണ്ടതില്ല, മറിച്ച് ക്രിസ്തുവിനെ നാം സ്വീകരിക്കാൻ ഒരുങ്ങേണ്ടവരാണ്. ഇന്നത്തെ ലോകം ഒട്ടനവധി പാപങ്ങളാലും ധാർമ്മിക വെല്ലുവിളികളാലും നിറഞ്ഞിരിക്കുന്നു. സ്വാർത്ഥതയും അത്യാഗ്രഹവും അനീതിയും ദൈവത്തെ മറന്നുള്ള ജീവിതശൈലികളും നമ്മളെ വല്ലാണ്ട് തളർത്തിക്കളയുന്നു. യേശുവിൻ്റെ മുന്നറിയിപ്പ് വളരെ വ്യക്തമാണ്. നിങ്ങളുടെ ഹൃദയങ്ങൾ അമിത ഭക്ഷണത്താലും മദ്യപാനത്താലും ലൗകികമായ ഉത്കണ്ഠകളാലും മന്ദീഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. പാപത്തിൽ മുഴുകി ലോകകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് ദൈവരാജ്യത്തെ വിസ്മരിക്കുന്ന ഒരവസ്ഥ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ പ്രബലമാണ്. ലഹരിയുടെ അതിപ്രസരം, കുടുംബ ബന്ധങ്ങളിലെ തകർച്ച, വിശ്വാസത്തിലെ കുറവ് എന്നിവയെല്ലാം ഈ കാലഘട്ടത്തിലെ പ്രധാന വെല്ലുവിളികളാണ്. ഈ തിരുവചനങ്ങൾ ഇത്തരം പാപബോധത്തിൽ നിന്നും ഉണർന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയാൻ നമ്മെ പ്രേരിപ്പിക്കണം. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായുള്ള ഒരുക്കത്തിൻ്റെ പ്രാധാന്യം ഈ സുവിശേഷ ഭാഗം ഊന്നി പറയുന്നു. നിങ്ങൾ സദാ ജാഗരൂകരായിരിക്കുവിൻ. വരാനിരിക്കുന്ന ഇവയ്ക്കെല്ലാം അതിജീവിക്കുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കുവാനും നിങ്ങൾക്ക് കഴിയേണ്ടതിന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ എന്ന് കർത്താവായ യേശു നമ്മെ ഓരോരുത്തരെയും ഈ നിമിഷം ഉപദേശിക്കുകയാണ്. ഈ സന്ദേശം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വളരെ വളരെ പ്രസക്തമാണ്. കാരണം അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്കും അറിയില്ല. എപ്പോഴും ഒരുങ്ങിയിരിക്കുന്ന ഒരു മണവാട്ടിയെ പോലെ നാം ജീവിക്കണം. നമ്മളുടെ ആത്മാവിൻ്റെ വെളിച്ചം കെടാതെ നോക്കണം. ആത്മാവിൻ്റെ തിരികൾ കത്തിച്ച് വയ്ക്കുവാൻ എപ്പോഴും നാം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവഹിതത്തിനനുസൃതമായി നാം ക്രമീകരിക്കണം. പ്രാർത്ഥനയിലൂടെയും കൂദാശകളിലൂടെയും നന്മ പ്രവൃത്തികളിലൂടെയും നമുക്ക് ആത്മീയമായി ശക്തി പ്രാപിക്കാം. കർത്താവിൻ്റെ വരവ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് അവിടുന്ന് നൽകുന്നത് നിത്യജീവനും സമാധാനം.